ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എരിവില്ലാത്ത പച്ചമുളക് കൊണ്ട് ഒരു അച്ചാർ പെട്ടെന്ന് നമുക്കുണ്ടാക്കാൻ പറ്റും. അതിനാദ്യം വേണ്ടത് എരിവില്ലാത്ത പച്ചമുളക്. ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് കണ്ട് ഇങ്ങനെ മുഴുവൻ രണ്ടായിട്ട് മുറിക്കേണ്ട, ഇങ്ങനെ മുറിച്ച് എല്ലാം അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി, മുളക് പൊടി, സാധാരണ ജീരകം, പെരുംജീരകം, ഒരു കഷ്ണം കായം, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര്, നല്ലെണ്ണ, തൈര്. ഇത്രയും സാധനങ്ങൾ മതി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് കുറേ ദിവസമൊന്നും ഇരിക്കത്തില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും. എന്നാലും നല്ല എരിവില്ലാത്ത പച്ചമുളകായിരിക്കണം. ഇതായിട്ട് ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് കുറച്ച്, ഇപ്പോൾ ഒരു 10 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1-1.5 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ, എരിവില്ലാത്ത പച്ചമുളകായിരിക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. വറ്റൽമുളകും നമ്മൾ ഇടുന്നുണ്ട്, മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. എന്നാലും നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഇടാം, ഇല്ലെങ്കിൽ കായം. ഞാനിപ്പോൾ ഒരു കഷ്ണം കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. ഒരു കഷ്ണം കായം ഒന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് കായം ചൂടാക്കുക. കായം ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കുറച്ചും ഒരു ചെറിയ ടീസ്പൂൺ പെരുംജീരകം. എരി പോകരുത്. പച്ചമുളകിൻ്റെ നിറം എല്ലാം ഒരു വിധം ഒന്ന് വാടി, ഒരുപാടൊന്നും വഴലണ്ട, ഇത്രയും മതി. ഇതിലേക്ക് തീ കുറച്ച് വെച്ചിരിക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വാടിയ മുളകൊന്നും വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അടച്ച് നീക്കി ഇതിലേക്ക്, എരിവില്ലാത്ത മുളകാണെങ്കിൽ ഇനി ചെറിയ എരിവ് കാണും. 10 മുളകല്ലേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അന്നേരം ഒരു 1/2 സ്പൂൺ മുളക് പൊടി. എത്രയായാലും കുറച്ച് എരിവ് കാണുമല്ലോ. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടക്കണം. മുളകിൻ്റെ പച്ച രുചിയൊക്കെ മാറിക്കഴിഞ്ഞ് ഇളക്കി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കണേ. ഇങ്ങനെ നല്ല തൈര് സാധു അതുപോലൊക്കെ ഉള്ളതിൻ്റെ കൂടെ നല്ലതാണ്. നമുക്ക് കുറച്ചിട്ട് ഞാൻ ചെറിയ അളവിൽ കാണിക്കുന്നത് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന്. കുറേ ദിവസമൊന്നും ഇരിക്കത്തില്ല. പാകത്തിന് ഇരുന്നത് വെക്കും. വെച്ചിട്ട് വീണ്ടും അതെല്ലാം നല്ല മുരിപ്പൊക്കെ പിടിച്ച് തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുക. നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കും. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് അടപ്പ് നീക്കി നോക്കാം. മുളക് കറി റെഡിയായി. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല തിക്ക് ഗ്രേവിയുണ്ട്. തൈര് പുളിയില്ലാത്ത തൈരാണെങ്കിൽ പുളിയുള്ള തൈരാണെങ്കിൽ നാരങ്ങാ നീര് വേണമെന്നില്ല. എങ്കിൽ ഇച്ചിരി നാരങ്ങാ നീരും കൂടെ ഒഴിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറച്ച് ദിവസം ഇരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും വെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.